പ്രതിഷേധത്തിൽ അറസ്റ്റിലായ രാഹുലിനെയും പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള എല്ലാ നേതാക്കളെയും 3 മണിക്കൂറിന് ശേഷം വിട്ടയച്ചു. വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് രാഹുൽ ഗാന്ധി. തന്റെ സഹോദരനെ ഭയപ്പെടുത്താനാകില്ല എന്ന് പ്രിയങ്ക. ഇതാണോ ജനാധിപത്യമെന്നും പ്രിയങ്ക ഗാന്ധി. In a democracy, right to protest, it's a fundamental right. Nobody has the right to protest. अगर हम डिस्कशन चाहते हैं, डिस्कशन नहीं होता है. अगर एलओपी पार्लियामेंट में कुछ कहना चाहते हैं, वो नहीं होता है. अगर हम परमिशन मांगते हैं कि हम धरना प्रदर्शन करना चाहते हैं, वो परमिशन नहीं मिलता है. तो हम वहां पहुंच गए जहां इनको उम्मीद नहीं थी कि हम पहुंच जाएंगे. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ചേരുകയാണ്. വിഷ്ണു, സ്വാഭാവികമായും പ്രിയങ്ക ഉന്നയിക്കുന്ന ചോദ്യം പോലെ തന്നെ ജനാധിപത്യത്തിന് ഭൂഷണമായതാണോ നേതാക്കൾക്ക് നേരെ ഇന്നു നടന്നിട്ടുള്ളതും? ഇതിനു മുൻപ് ഇന്ന് വരെയുള്ള ദിവസങ്ങളിൽ വിദ്യാർത്ഥി സമൂഹത്തിന് നേരെ നടന്നിട്ടുള്ള കേന്ദ്രത്തിന്റെ പ്രവണത എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല എന്നുള്ളത് വളരെ കൃത്യവും വ്യക്തമായിട്ടുള്ള കാര്യമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനി അടുത്തത് എന്താണ്? ഇന്ന് വലിയ സമരം അവർ കാഴ്ചവെച്ചു. കോൺഗ്രസ് ഉണ്ട്, ഒരു പ്രതിപക്ഷമുണ്ട് എന്നുള്ള ബോധ്യപ്പെടുത്തുന്ന തരത്തിലേക്ക് ഇനി തുടർന്ന ദിവസങ്ങളിൽ എങ്ങനെയാണ് ഈ ഐക്യദാർഢ്യവുമായി മുന്നോട്ട് പോവുക? ശ്രീജ, നാളെ മുതൽ ഇത് പാർലമെന്റ് കത്താൻ പോകുന്ന വിഷയം എന്ന് തന്നെ വേണം പറയാൻ. കാരണം പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ എല്ലാം തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് അയക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കുന്ന നിലയിലേക്ക് ഡൽഹി പോലീസിന് എത്തിയിരുന്നു. രാഹുൽ ഗാന്ധിയെ ഉൾപ്പെടെ റോഡിലൂടെ വലിച്ചിഴച്ച് കയറ്റുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. പ്രിയങ്ക ഗാന്ധിയെയും അതോടൊപ്പം തന്നെ മറ്റു കോൺഗ്രസ് നേതാക്കളെയും എല്ലാം അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത് ഇങ്ങോട്ടായിരുന്നു, മന്ദിർമാർഗ് സ്റ്റേഷനിലേക്കായിരുന്നു. അല്പസമയം മുൻപാണ് പ്രിയങ്ക ഗാന്ധി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അതിനു മുൻപ് സോണിയാഗാന്ധിയും ഇവിടെ എത്തി പോലീസ് സ്റ്റേഷൻ ഉള്ളിൽ പോയി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നിലവിലെ സാഹചര്യം അനുസരിച്ച് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള മുഴുവൻ നേതാക്കളെയും വിട്ടയച്ചിട്ടുണ്ട്. ആരെയും ഇന്ന് രാത്രി ഈ ലോക്കപ്പിൽ പാർപ്പിക്കുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യതലസ്ഥാനം കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വലിയ പ്രക്ഷോഭത്തിനാണ് ഇന്ന് ഡൽഹി സാക്ഷ്യം വഹിച്ചത്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ, ലോക് കല്യാൺ മാർഗ് 7-ാം നമ്പർ വസതിക്ക് മുൻപിൽ സാധാരണഗതിയിൽ ഒരു വാഹനം നിർത്താൻ പോലും അനുവദിക്കാത്ത സുരക്ഷാ ക്രമീകരണത്തിന് നടുവിലാണ് ഇന്ന് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ, ലോക്സഭാ MP മാർ, അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി എല്ലാവരും പ്രതിഷേധിച്ചത്. പോലീസ് ഒരു ഘട്ടം വരെ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. കേന്ദ്ര സർക്കാർ നേരിട്ട് ചർച്ചയ്ക്ക് ഇറങ്ങി വരുന്ന ഒരു സാഹചര്യം, ജിതേന്ദ്ര സിംഗ് എന്ന് പറയുന്ന മന്ത്രി നേരിട്ട് ചർച്ചയ്ക്ക് ഇറങ്ങി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എല്ലാ ചർച്ചകളും പരാജയപ്പെട്ടതോടെയാണ് പോലീസ് നടപടിയിലേക്ക് കടന്നത്. പോലീസ് നടപടിയിലേക്ക് കടക്കുകയും MP മാരടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്ത് ഇത്തരത്തിൽ രാജ്യ തലസ്ഥാനത്തിന്റെ വിവിധ സ്റ്റേഷനുകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ വിഷയം പാർലമെന്റിൽ ശക്തമായി ഉന്നയിക്കാൻ തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. നാളെ മുതൽ വർഷകാല സമ്മേളനത്തിന്റെ 3-ാം ദിനമാണ്. നാളെ മുതൽ ഇന്ന് ആദ്യ 2 ദിനങ്ങളിൽ കണ്ടതിന് സമാനമായ രീതിയിൽ പ്രതിപക്ഷം വലിയ പ്രതിഷേധങ്ങൾക്ക് പാർലമെന്റ് വേദിയാക്കുമെന്ന് തീർച്ചയാവുകയാണ് ശ്രീജ.